ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട നിങ്ങളുടെ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഡേറ്റ്സ് ഒന്ന് നോക്കാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 15/6/2025 ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 16/6/2025 അതിനുശേഷം നിങ്ങൾക്കൊരു എഡിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസിലൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ നിങ്ങളത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം പിന്നീട് നിങ്ങൾക്ക് അതിനൊരു അവസരം ലഭിക്കില്ല. അതുപോലെ തന്നെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള എഡിറ്റ് ഓപ്ഷനിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും അടുത്തത് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. അത് 18/6/2025 അതിനുശേഷം കോളേജിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ട തീയതി 19/6, 20, 21, 23 എന്നീ ഡേറ്റുകളാണ്. രണ്ടാം അലോട്ട്മെൻറ്റ് വരുന്നത് 25/6 അതിനുശേഷമുള്ള കോളേജ് ജോയിനിങ് 26, 27, 28, 30 പറയുന്നത്. നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് 1/7/2025 മുതലാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് SC/ST വിഭാഗത്തിന് 1390 രൂപയും മറ്റുള്ളവർ അതായത് ജനറൽ വിഭാഗത്തിന് 2800 രൂപയുമാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ അടയ്ക്കേണ്ട ഫീസാണ്. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 15-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതാത് ഡീറ്റെയിൽസ് നമ്മൾ അതാത് ടൈമിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.